ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൽഹാസ് കലാഹട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ പരത്താണ്. റവ പരത്ത് അല്ലെങ്കിൽ റവ അട എന്നൊക്കെ നമ്മളിതിനെ വിളിക്കും. ബ്രേക്ക്ഫാസ്റ്റായും ലഘുഭക്ഷണമായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളത് കൊണ്ട് അല്പം മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വ്രതമുള്ള ദിവസങ്ങളിലും ഒരിക്കലെടുക്കുമ്പോഴൊക്കെ റവപ്പരത്താണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിനെ കല്ലേപ്പരത്തെന്നും വിളിക്കാറുണ്ട്. നമ്മളിലേറെ പേരും കഴിച്ചിട്ടുള്ള ഒന്നാകാം ഇത്. എങ്കിലും അറിയാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ. റവപ്പരത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് റവയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന ഈ റവയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവിയത്, 2 ടീസ്പൂൺ ജീരകം പൊടിച്ചതുമാണ്. നല്ല ജീരകം അഥവാ ചെറിയ ജീരകമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവുമാണ്. അപ്പം നമുക്കിനി ഈ തട്ടിക്കൂട്ട് വിഭവം ഒന്ന് തയ്യാറാക്കാം. ആദ്യം തന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2.5 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കണമോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഞാനിപ്പം കുറച്ചും കൂടെ വെള്ളം ഇവിടെ ചേർക്കുന്നുണ്ട്. എനിക്ക് ആ കുഴയ്ക്കാനുള്ള പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഏത് പരുവത്തിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത് അത് ഞാനൊന്ന് കാണിക്കാം. നമ്മളിങ്ങനെ കൈവച്ചമക്കുമ്പോൾ ഇത്രയും ജലാംശത്തോടെ വേണം നമുക്ക് പരത്തിയെടുക്കാനുള്ള ആ പരുവത്തിന് വേണം നമ്മൾ ഈ മാവ് ചെയ്തെടുക്കാൻ. മാവ് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം എണ്ണ തടവിയിട്ട് ഇതിങ്ങനെ കയ്യിൽ കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുത്തിരിക്കുന്ന മാവ് നമ്മൾ കല്ലിലേക്ക് വെച്ച് മെല്ലെ പരത്തി കൊടുക്കുക. ആവശ്യത്തിന് മാവ് എടുക്കുക, ഇതുപോലെ കൈ വെച്ച് നമ്മൾ പരത്തി കൊടുക്കുക. അതുകൊണ്ടാണ് ഇതിന് കല്ലേപ്പരത്ത് എന്നും കൂടെ ഒരു പേര് വന്നിരിക്കുന്നത്. ആവശ്യത്തിന് കട്ടി കുറച്ച് നന്നായിട്ട് കൈ വെച്ച് പരത്തിയെടുക്കുക. നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ റവയട വെന്തതായിട്ട് നമുക്കിവിടെ കാണാം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറുവശവും നമുക്കിതുപോലെ തന്നെ മുരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മറുവശവും മുരിച്ചെടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിതിൽ തടവി കൊടുത്താൽ മതി കേട്ടോ. മറുവശം കൂടെ വെന്തതിന് ശേഷം നമുക്കിത് മെല്ലെ എടുത്ത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ റവപ്പരത്ത് തയ്യാറായിട്ടുണ്ട്. റവപ്പരത്ത് അല്ലെങ്കിൽ റവയുടെ നല്ല ടേസ്റ്റാണ്. ഒരല്പം പഞ്ചസാര കൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി കൂട്ടിയോ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.